ഇൽമുൻ നഫ്സുൽ ഇസ്ലാമി, ഇസ്ലാമിക മനഃശാസ്ത്രം, ഇങ്ങനെ ഒരു ശാസ്ത്രശാഖയുണ്ടോ? ചിലർ സംശയം പ്രകടിപ്പിക്കാറുണ്ട്. വഫിൽ അർളി ആയാത്തുല്ലിൽ മുഖിനീൻ വഫി അംഫുസിക്കും അഫലാ തുബ്സിറൂൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ദാരിയാത്തിലെ ആയത്തുകളാണിത്. ഭൂമിയിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നതുപോലെ തന്നെ നിങ്ങളിൽ തന്നെ നിങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. വഫി അംഫുസിക്കും, നിങ്ങളിൽ അഥവാ നിങ്ങളുടെ നഫ്സിൽ, മനസ്സിനെ കുറിച്ചുള്ള പഠനത്തിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം അവനവന്റെ മനസ്സിനെ കുറിച്ച് പഠിക്കുവാനുള്ള പ്രേരണയാണ്. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു. ആരെങ്കിലും അവനവനെ കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കിയാൽ അവൻ അവന്റെ റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കി. അറബിയിലെ ഒരു ആപ്തവാക്യമാണ്. അവനവനെ കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുക എന്നുള്ളത് റബ്ബിനെ കുറിച്ച് ആഴത്തിൽ അറിയുവാനുള്ള മാർഗമാണ് എന്നർത്ഥം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണല്ലോ. അള്ളാഹുവിനെ കുറിച്ച് ആഴത്തിൽ അറിയണം. അപ്പോ അള്ളാഹുവിനെ കുറിച്ച് ആഴത്തിൽ അറിയുവാനുള്ള മാർഗമായി തന്നെ ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു വഴിയാണ് അവനവനെ കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുക എന്നുള്ളത്. ജനറൽ സൈക്കോളജിയും ഇസ്ലാമിക് സൈക്കോളജിയും ആഴത്തിൽ മനസ്സിലാക്കുന്ന ഒരാൾക്ക് അവനെക്കുറിച്ചും അവന്റെ സൃഷ്ടാവായ റബ്ബിനെ കുറിച്ചും ആഴത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കും.